കൊക്കിൽ ജീവനുള്ള കാലത്തോളം ഞങ്ങളുടെ കൈകൊണ്ട് PM ശ്രീ ബ്രാക്കറ്റിൽ മോദി ശ്രീ കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് BJP നേതാവ് സുരേന്ദ്രന്റെ മുഖത്ത് നോക്കി പറയാൻ എന്തേ മുസ്ലിം ലീഗിനും ലീഗിന്റെ മന്ത്രിമാർക്കും ധൈര്യം വരാത്തത്? കേരളത്തിലെ 300 സ്കൂളുകൾക്ക് എന്ന് പറഞ്ഞ് ഒരു വലിയ കുറിപ്പ് തന്നെ ഉണ്ട്. വലിയ കുറിപ്പാണ്. അപ്പോൾ അത്രയും വലിയ കുറിപ്പായതുകൊണ്ട് ഞാനത് ഫുള്ളായിട്ട് വായിക്കുന്നില്ല. ഇതിൽ ചില വാക്കുകൾ ഞാൻ വായിക്കാം, ചില സെൻറ്റൻസുകൾ. കേരളത്തിലെ 300 സ്കൂളുകൾക്ക് 1 കോടി തന്ന് അവയുടെ മേൽ PM ശ്രീ സ്കൂൾ എന്ന പേരിട്ട് വിദ്യാഭ്യാസ കാവ്യവൽക്കരണത്തിന് കേരളത്തിൽ തുടക്കമിടാമെന്ന സംഘികളുടെ പൂതി ലീഗ് ഭരണത്തിൽ ഉള്ളിടത്തോളം കാലം നടക്കുമെന്ന് സുരേന്ദ്രൻ സ്വപ്നം കാണേണ്ടെന്ന് പ്രഖ്യാപിക്കാൻ ബഹുമാന്യനായ സാദിഖ് അലി തങ്ങളെ എന്തേ ലീഗിന് കഴിയാത്തത്? ലീഗിന് എന്താ കഴിയാത്തത്? എന്തേ സുരേന്ദ്രനോട് ആ പൂതി നടക്കില്ലെന്ന് ലീഗ് പറയാത്തത്? ഇതാണ് ഡോക്ടർ KT ജലീലിൻ്റെ പ്രസംഗമാണ്. അതായത് ഡോക്ടർ KT ജലീൽ ഈ വിഷയം ഇന്നിപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ്, അതായത് ജൂലൈ 4-ാം തീയതിയാണ് ഇങ്ങനെ ഒരു കുറിപ്പുമായിട്ട് വന്നിട്ടുള്ളത്, വളരെ കൃത്യമായിട്ട്. ഇനി K സുരേന്ദ്രൻ്റെ ഈ ഒരു ചോദ്യം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീരവാദമുണ്ടല്ലോ, ഈ വീരവാദം എപ്പോഴത്തതാ? ഈ വീരവാദം കൃത്യമായിട്ട് UDF ഗവൺമെൻറ് അധികാരത്തിലെത്തിയ 2-ാമത്തെ 3-ാമത്തെ ദിവസമുള്ള ഒരു വീരവാദമാണ്, വെല്ലുവിളിയാണ്. അപ്പോൾ ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ക്ലിപ്പ് ജലീൽ ഇന്ന് കണ്ടതല്ല. ജലീൽ അത് കണ്ടിട്ട് കുറേ ദിവസമായി. അന്ന് ജലീൽ അത് വിട്ടതാ. പക്ഷേ ഇന്ന് ജലീൽ അതുമായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ലീഗിനോട് ചോദിക്കുന്നത് എന്തേ സുരേന്ദ്രനോട് ആ പൂതി നടക്കില്ല എന്ന് പറയാത്തതെന്ത് എന്നാണ് ജലീലിൻ്റെ ചോദ്യം. അപ്പോൾ ഇതിൽ നമുക്ക് മറുപടി പറയാനുള്ളത് ജലീൽ ചോദിച്ചത് കൊണ്ട് ജലീലിനോടാണ്. K സുരേന്ദ്രനോട് നമുക്ക് പ്രത്യേക മറുപടി ഒന്നും പറയാനില്ല. കാരണം K സുരേന്ദ്രൻ ഇങ്ങനെ പ്രസ് ക്ലബിലും റോട്ടിലും തെരുവിൽ സ്റ്റേജ് കെട്ടിയുമൊക്കെ ഇങ്ങനെ K സുരേന്ദ്രന് വെല്ലുവിളി നടത്തേണ്ടി വന്നത്, K സുരേന്ദ്രന് കേരളത്തിൻ്റെ നിയമസഭക്കകത്ത് കാല് കുത്താൻ അനുവാദം കൊടുക്കാതിരുന്നത് അത് മുസ്ലിം ലീഗുകാരൻ്റെ കഴിവാ. മഞ്ചേശ്വരത്ത് നിന്ന് 1-ലധികം തവണ മഞ്ചേശ്വരത്ത് നിന്ന് മത്സരിച്ചു K സുരേന്ദ്രൻ. പല രീതിയിൽ പണമിറക്കിയിട്ട്, എന്തിനധികം റിബലുകളെ നിർത്തി, റിബലുകളെ വിലക്ക് വാങ്ങി, അങ്ങനെ ഒരുപാട് നാറിയ കളികൾ മഞ്ചേശ്വരത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കളിച്ചു. 2021 തെരഞ്ഞെടുപ്പിൽ അന്നും വിജയിച്ചില്ല. 2026 മഞ്ചേശ്വരത്ത് വന്നു, വിജയിച്ചില്ല. അവിടെ ഈ സുരേന്ദ്രനെ നിയമസഭയിലേക്ക് എത്തിക്കാതെ നോക്കിയത് അത്